ഒരിക്കലും ഒരു കക്ഷി എന്റെ അടുത്ത് വന്നു. അദ്ദേഹം ഒരുപാട് എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു എക്സാം പാസ്സാകണം. ആ എക്സാം പാസ്സായാൽ മാത്രമേ അദ്ദേഹത്തിന് ആ ജോലിയിൽ പ്രൊഫഷനിൽ തുടരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പ്രൊഫഷൻ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ആ എക്സാം ഒരുപാട് പ്രാവശ്യം എഴുതി, അതിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ അയാൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. അദ്ദേഹത്തിന് ഭയമായി എനിക്കത് കഴിയുമെന്നുള്ള. അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു കൊടുത്തത് ആദ്യം നിങ്ങൾ പരാജയത്തെ ഒരു പരാജയമായിട്ട് എടുക്കരുത്, അതിനെ ഒരു ലെസൺ ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ട് ചിന്തിക്കുക. അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ ആ മൈൻഡ് സെറ്റോട് കൂടി പോകുകയാണെങ്കിൽ വിജയിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ രണ്ടു തരം മൈൻഡ് സെറ്റ് ഉണ്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഫെയിലിയർ മൈൻഡ് സെറ്റും. അപ്പോൾ അദ്ദേഹം ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ പോയി അദ്ദേഹത്തിന് അത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ സി ഫെയിലിയർ ആസ് എ ലെസൺ. ആ പരാജയം എന്തുകൊണ്ടാണ് ആ പരാജയം ഉണ്ടായത്, ആ പരാജയത്തിൽ എന്താണ് കാരണം അന്വേഷിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഇൻസ്പയർ ഫ്രം അതേഴ്സ് വിക്ടറീസ്. മറ്റുള്ളവരുടെ വിജയം, അതായത് വിജയിച്ച ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക. അത് ബി ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ നേടിക്കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നമുക്ക് എത്തണം, അതും കൂടി നേടണം എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു അവസരമായിരിക്കും. നാലാമതായിട്ട്, നമ്മൾ ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ, ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് എന്ത് നേടി എന്നുള്ള ഒരു ചിന്ത സ്വയം ചോദിക്കുക. എ മൈൻഡ് റെഡി ടു ഗ്രോ ഈസ് ട്രൂ സ്ട്രെങ്ത്. അതായത് വിജയിക്കാനുള്ള, വളരാനുള്ള ഒരു മനസ്സാണ് നമ്മളെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോകാം. ഉറപ്പാണ് നമുക്ക് വിജയം ഉണ്ടാവും.